വേനൽ കടുത്തതോടെ കുപ്പിവെള്ളത്തിന്റെ കച്ചവടം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ലക്ഷങ്ങളുടെ കച്ചവടമാണ് കൊച്ചു കേരളത്തിൽ ഓരോ ദിവസവും നടക്കുന്നത്. എന്നാൽ കച്ചവടം കൂടുന്നതോടെ ലാഭക്കൊതി മൂത്ത മനുഷ്യജീവൻ വെച്ച് പന്താടുകയാണ് കുപ്പിവെള്ള ലോബി. വാങ്ങിക്കുടിക്കുന്ന മിനറൽ വാട്ടറിലെ എക്സ്പയറി ഡേറ്റ് നമ്മളിൽ പലരും ശ്രദ്ധിക്കാറുമില്ല. വെള്ളത്തിന് എന്ത് എക്സ്പയറി ഡേറ്റ് എന്ന് കരുതി ചിരിച്ചു കളയരുത്. യഥാർത്ഥത്തിൽ കാലാവധി വെള്ളത്തിനല്ല, അത് നിറച്ചിരിക്കുന്ന കുപ്പിക്കാണ് എന്ന് മനസ്സിലാകുമ്പോഴാണ് അപകടം തിരിച്ചറിയാൻ കഴിയുക. ഒരിക്കൽ ഉപയോഗിച്ച കുപ്പി വീണ്ടും ഉപയോഗിക്കുന്നതാണ് അപകടം വിളിച്ചു വരുത്തുന്നത്. ഒറ്റത്തവണ ഉപയോഗത്തിന് മൈക്രോ പ്ലാസ്റ്റിക് കൊണ്ടുള്ള കുപ്പികൾ നിർമ്മിക്കുന്നത്. എന്നാൽ ഇത് വീണ്ടും വീണ്ടും അകത്താക്കിയാൽ വലിയൊരളവിൽ പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തും. മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവജാലങ്ങൾക്കും മൈക്രോ പ്ലാസ്റ്റിക് വളരെ അപകടകരമാണ്. ഇൻസുലിൻ മരുന്നുകൾ പ്രവർത്തിക്കുന്നത് തടയൽ, പൊണ്ണത്തടി, പ്രതിരോധശേഷി കുറയ്ക്കൽ, വന്ധ്യത തുടങ്ങിയ ക്യാൻസറിന് വരെ മൈക്രോ പ്ലാസ്റ്റിക് കാരണമാകാറുമുണ്ട്. ഇതുകൂടാതെ ശരീരത്തിൽ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടി മറ്റു രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. മനുഷ്യന്റെ രക്തത്തിലും മുലപ്പാലിലും വരെ മൈക്രോ പ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടുമുണ്ട്. ജലജന്യ രോഗങ്ങൾ വർദ്ധിച്ചതോടെ കുപ്പിവെള്ളം കുടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഗുണനിലവാര പരിശോധന പേരിന് മാത്രമായതോടെ കുടിവെള്ള ലോബിക്ക് നേട്ടവുമായി. സംസ്ഥാനത്ത് 250 പരം കുപ്പിവെള്ള ഉൽപാദന യൂണിറ്റുകളുമുണ്ട്. പൂർണ്ണതോതിൽ ഉൽപാദനം 110 യൂണിറ്റുകൾ മാത്രമായിരുന്നു. പ്രവർത്തനം നിലച്ച യൂണിറ്റുകളും വേനൽ ശക്തമായതോടെ സജീവമായി. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സിന്റെ പരിശോധന ഇല്ലാതായതിനാൽ അശുദ്ധ ജലവിതരണം ചെയ്താലും കണ്ടുപിടിക്കാൻ കഴിയാതെയായി. വില്ലൻ പോളി എത്തിലീൻ ടെറഫ്താലേറ്റ്. പോളി എത്തിലീൻ ടെറഫ്താലേറ്റ് വിഭാഗത്തിലുള്ള പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് സാധാരണ കുപ്പികൾ നിർമ്മിക്കുന്നത്. കുപ്പിവെള്ളം വെയിലത്ത് വെക്കുമ്പോൾ ചൂടായി പ്ലാസ്റ്റിക് നേരിയ തോതിൽ വെള്ളത്തിൽ അലിഞ്ഞിറങ്ങും. വെള്ളത്തിലൂടെ രക്തത്തിൽ കലരുന്ന പ്ലാസ്റ്റിക് ഗുരുതര രോഗങ്ങൾക്ക് വഴിയൊരുക്കും. കുപ്പിയുടെ പുറത്ത് പോളിയെത്തിലീൻ ഉപയോഗിച്ചുള്ള ലേബൽ പതിക്കാൻ ഉപയോഗിക്കുന്ന പശയും വില്ലനാണ്. ചൂടാകുമ്പോൾ പശയും നേരിയ തോതിൽ വെള്ളത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്ലാസ്റ്റിക് ബോട്ടിലിൽ സൂക്ഷിക്കുന്ന കുപ്പിവെള്ളം സൂര്യപ്രകാശമേൽക്കുന്ന രീതിയിൽ കടകളിൽ തൂക്കിയിടുകയോ വിതരണം നടത്തുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യരുത്. കടുത്ത ചൂടേറ്റ് കുപ്പിയിലുണ്ടാകുന്ന രാസമാറ്റം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. തുറന്ന വാഹനങ്ങളിൽ കുപ്പിവെള്ളം വിതരണത്തിനായി കൊണ്ടുപോകരുത്. കുപ്പിവെള്ളം തുറസായ സ്ഥലത്ത് സൂക്ഷിക്കുമ്പോൾ വെയിലേൽക്കരുത്. വെയിലത്ത് പാർക്ക് ചെയ്ത കാറുകളിൽ കുപ്പിവെള്ളം സൂക്ഷിക്കാൻ പാടില്ല. കുപ്പിവെള്ളത്തിൽ ISI മുദ്രയുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ സീൽ പൊട്ടിച്ചിട്ടില്ല എന്നും ഉറപ്പുവരുത്തണം. വലിയ ക്യാനുകളിൽ വരുന്ന കുടിവെള്ളത്തിന് സീൽ ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. വേനൽക്കാലത്ത് ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് വിൽക്കുന്ന കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്താൻ വ്യാപക പരിശോധന നടത്തുന്നുമുണ്ട്. എല്ലാ ജില്ലകളിലും പ്രത്യേകം സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പരിശോധന. അംഗീകൃതമല്ലാത്തതും വ്യാജവുമായ കുപ്പിവെള്ളം വിറ്റാൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.